ചായ ഇന്നും എന്താ പരിപാടി? ഇന്നും അടുക്കള ജാനുവാണോ? അതെ അതെ, നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ മീൻകറി ആണെങ്കിൽ നമ്മുടെ കേരള ബ്രദേഴ്സിൽ നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ മീൻകറിയാണ്. പിന്നെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബീൻസും കുറച്ച് പയറുണ്ട്. ഇത് കുറച്ച് വാങ്ങിച്ചിട്ട് ഒരു 3-4 ദിവസം ആയി കേട്ടോ. കുറച്ചൊക്കെ ആണെങ്കിൽ മിനിഞ്ഞാന്ന് മേടിച്ച്, ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് വയ്യാത്തോണ്ട് അരിയാനും മുക്കാനൊന്നും പറ്റിയില്ല. അപ്പം കുറേയൊക്കെ ചീത്തയായി പോയി, കുറച്ച് നല്ല ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്താതിരിക്കുന്നത് ഡോറ രാവിലെ ഇത് വെള്ളത്തിൽ ഇട്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കാൻ അതൊരു ടാസ്ക് ആണല്ലോ, 2-3 മണിക്കൂർ എടുക്കും ഗബ്രൂട്ടിനെ ഉറക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ആ സമയം കൊണ്ട് എല്ലാം ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ മീൻ പോയി വാങ്ങിച്ചോണ്ട് വന്ന് വെട്ടി ദാണ്ട നമ്മുടെ ചട്ടിയിലിരിക്കുന്ന ആട്ടോ മീൻകറി. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ചോറ്, നമ്മുടെ റേഷനരി അല്ലാത്തത് കൊണ്ട് നമ്മുടെ കുക്കറിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ആണെങ്കിൽ ചോറ് രാത്രി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്ന് ചൂടാക്കി എടുത്താൽ മതി. അതുകൊണ്ട് അത് ചോറും ആയപ്പോൾ ചോറ് ഇനി വെക്കണ്ട. ഇനി വൈകിട്ടത്തേക്ക് ചോറ് വെക്കണം. പപ്പായ്ക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ വൈകിട്ടത്തേക്ക് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. നമുക്കിന്ന് മീൻകറിയും ചോറും കൂട്ടി ഡോറയ്ക്ക് കൊടുത്തതിന് ശേഷം ഡോറയോട് ചേർത്തരക്കാം. മീൻകറിയും ഇതും എങ്ങനെയുണ്ടെന്ന്. സാധാരണ ഞാനാണെങ്കിൽ യൂട്യൂബ് നോക്കി വെക്കുന്ന മീൻകറിയും കറികളൊക്കെ പാളിപ്പോവാറാണ് സാധാരണ പതിവ്. അപ്പോൾ അല്ല, അങ്ങനെ എല്ലാം ഒന്നുമില്ല. ഇന്നാളും ഏതോ പോർക്ക് കറി വെച്ചതിൻ്റെ ഒരു മസാല അതേ ഉള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു അല്ലാതെ നോർമലി അന്നേരം പൊളി ടേസ്റ്റ്, അന്നേരം നമ്മൾ കഴിക്കുന്ന ആ ഒരു മീറ്റിന്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു അന്നേരം. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ. ഡോറ പറയുന്ന കണക്ക് ബൈ.